വിജയ് ദേവരക്കൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹം ഇന്ന് നടന്നോ? എല്ലാവരും ഉറ്റുനോക്കിയത് ഫെബ്രുവരി 2-ാം തീയതി അഥവാ ഇന്ന് വിജയിയുടെയും രശ്മികയുടെയും വിവാഹം നടക്കുമെന്നുള്ളതാണ്. ഈ വിവാദങ്ങളെല്ലാം തുടങ്ങിയത് രണ്ട് വ്ളോഗേഴ്സ് ഉദയ്പൂർ പാലസിൽ എത്തിയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള ആർഭാടമായ ചടങ്ങുകൾ, വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടതിന് ശേഷം അവരൊരു വ്ളോഗ് അങ്ങ് ഇട്ടു. ആ വ്ളോഗ് എന്തായിട്ടത്? എന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു അപ്ഡേറ്റ് നൽകാൻ പോവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വിജയ് ദേവരക്കൊണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹം ഫെബ്രുവരി 2-ാം തീയതി നടക്കും. ഞങ്ങളിതാ ഉദയ്പൂർ പാലസിന് മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ചടങ്ങുകൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വ്ളോഗ് ഇട്ടു. ആ വ്ളോഗ് നിമിഷ നേരം കൊണ്ട് വൈറലായി മാറി. ഒന്നാമത്തെ കാര്യം, ഇവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് വാർത്ത പോലും വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു കാര്യമാണ്. ആ എൻഗേജ്മെൻറ്റ് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ വിവാഹം എന്നാണ് എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ തന്നെ ഫെബ്രുവരി മാസം എന്നുള്ളതിലേക്ക് വന്നു. ആദ്യം ഫെബ്രുവരി 6-ാം തീയതി എന്ന് വന്നു, പിന്നീട് ഫെബ്രുവരി 23-ാം തീയതി എന്ന് വന്നു. ഈ വ്ളോഗും കൂടെ വന്നതിന് ശേഷം പിന്നീട് ഫെബ്രുവരി 2-ാം തീയതി എന്നായി. കാരണം ഈ വ്ളോഗേഴ്സ് പറഞ്ഞ ഡേറ്റ് ഫെബ്രുവരി 2-ആണ്. NDTV, ഇന്ത്യ ടുഡേ തുടങ്ങിയ നാഷണൽ മീഡിയ ഒട്ടാകെ തന്നെ ഈ വാർത്ത അങ്ങ് ഏറ്റെടുത്തു. ഈ വാർത്ത അങ്ങ് ഏറ്റെടുത്തതിന് പിന്നാലെ രശ്മിക മന്ദാനയ്ക്ക് തന്നെ സഹി കെട്ട് ഒരു മാധ്യമത്തിനോട് വന്ന് കാര്യങ്ങൾ പറയേണ്ട അവസ്ഥയിലേക്ക് വന്നു. ബോളിവുഡ് ഹംഗാമയിൽ വന്നിട്ട് രശ്മിക മന്ദാന പറഞ്ഞത് അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല, ഫെബ്രുവരി 2-ാം തീയതി അല്ല എന്നത് രശ്മിക പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് വിവാഹം നടന്നോ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് ഇന്ന് വിവാഹം നടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഒന്നാമത്തെ കാര്യം, ഫെബ്രുവരി 23-ാം തീയതിയിലാണ് ഇവരുടെ വിവാഹം എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യം തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് രണ്ടും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളായതുകൊണ്ട് തന്നെ പിന്നീട് റൂമേഴ്സും റിപ്പോർട്ട്സും മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങി. ഈ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ പോലും അല്ലെങ്കിൽ ഇതിന് മുന്നേയുള്ള സോഷ്യൽ മീഡിയ സ്റ്റോറീസിലോ പോസ്റ്റിലോ ഒക്കെ തന്നെ ഇരുവരും ഒന്നിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നിച്ച് പുറത്ത് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവർ സ്റ്റോറീസ് ഇടുമായിരുന്നു. പക്ഷെ ഒരിക്കലും ഒരുമിച്ചായിരുന്നില്ല അതൊക്കെ സ്റ്റോറീസ് ഇട്ടിരുന്നത്. എന്നാൽ പോലും നെറ്റിസൻസ് എല്ലാവരും കൂടെ ചേർത്ത് വായിക്കുകയും ഇത് ഇരുവരും തമ്മിൽ ഡേറ്റിംഗിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ ഒരു ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വീണ്ടും വന്നു തുടങ്ങിയത്. എന്തായാലും മാധ്യമങ്ങളെയോ സുഹൃത്തുക്കളെയോ ഒന്നും അറിയിക്കാതാണ് എൻഗേജ്മെൻറ്റ് പരിപാടി പോലും നടന്നത്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് സെലിബ്രിറ്റീസ് വിജയ് ദേവരക്കൊണ്ടയും രശ്മിക മന്ദാനയും തമ്മിലുള്ള വിവാഹം ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വാർത്തയാണ്. ആ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ തന്നെ വളരെ രഹസ്യമായിട്ട് നടത്തിയ ആ എൻഗേജ്മെൻറ്റ് ചടങ്ങിൻ്റെ ചിത്രങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായെങ്കിൽ പോലും ആ വിവാഹ തീയതി അപ്പോഴും പുറത്തു പറയാൻ രശ്മികയോ വിജയോ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പോഴിതാ വെഡ്ഡിംഗ് ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള സംസാരം, പ്രത്യേകിച്ച് രശ്മികയുടെ സിനിമകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇൻ്റർവ്യൂസിൽ പോലും രശ്മിക പറയുന്നത് ഞാനൊരു ഡേറ്റിലേക്ക് പറയുന്നില്ല, ഞാൻ ഈ വിവാഹം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല എന്നതാണ് പറയുന്നത്. മാത്രമല്ല രശ്മികയോട് പലരും പറയാതെ പറയുകയും ചോദിക്കാതെ ചോദിക്കുകയും ചെയ്ത ചോദ്യങ്ങൾക്ക് രശ്മിക പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇനി ഞാൻ പ്രത്യേകം എന്താ പറയേണ്ടതെന്നാണ്. അങ്ങനെ ഒരു തരത്തിലും ഈ വാർത്തകളോ റിപ്പോർട്ടുകളോ ഒന്നും ഉറപ്പിക്കാതെ, ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ സംസാരിക്കാതെയാണ് നാളിതുവരെ രശ്മികയും വിജയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഫെബ്രുവരി 26 എന്നുള്ള ഡേറ്റ് ഇങ്ങനെ എയറിൽ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അത് ഇതുവരെ ഡിനൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉദയ്പൂർ പാലസിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഒരുക്കങ്ങളൊക്കെ തന്നെ ആ ഡേറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ളത് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് രശ്മികയും വിജയും തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഈ മാസം ഉണ്ടാകും എന്നുള്ളത് തള്ളാതെ നിഷേധിക്കാതെ നിൽക്കുന്ന റിപ്പോർട്ടുകൾ കൂടിയാണ്. എന്തായാലും 2-ാം തീയതി അഥവാ ഇന്ന് ആ ഡേറ്റോ അല്ലെങ്കിൽ ആ വിവാഹം ഉണ്ടാകില്ല എന്നുള്ളത് അവർ പറയുന്നെങ്കിൽ പോലും വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ 23-ാം തീയതിയോ 26-ാം തീയതിയോ ഒക്കെ തന്നെ ഈ ഡേറ്റ് ഉണ്ടാകാമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല ഫെബ്രുവരി മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ പല താരങ്ങളുടെ വിവാഹം ഈ മാസം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എന്നാലും അതൊന്നും ഉറപ്പിക്കാതെയോ ഈ താരങ്ങളൊന്നും തന്നെ ഉറപ്പിക്കാതെ എയറിൽ നിൽക്കുന്ന കുറച്ച് റിപ്പോർട്ട്സ് മാത്രമാണ് ഇതെല്ലാം. കുറച്ച് ഡൗട്ടുകൾ, കുറച്ച് സംശയങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ എങ്ങനെയാണ് കലങ്ങി തെളിയുക എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പല റിപ്പോർട്ടുകളായിട്ടൊരു വ്ളോഗറിൻ്റെ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വളരെയധികമാണ് വൈറലായത്, ചെറുതൊന്നുമല്ല. പിന്നാലെ ആ വ്ളോഗ് തന്നെ ഡിലീറ്റ് ചെയ്യുന്നൊരു കാഴ്ച ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ അക്കൗണ്ടിൽ എടുത്ത് നോക്കിയാൽ ആ വ്ളോഗ് ഇല്ല, ആ വ്ളോഗ് അവർ റിമൂവ് ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ പ്രഷേഴ്സ് ആയിരിക്കാം, ഒരുപക്ഷെ അത് ഫേക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടാകാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ 2-ാം തീയതി വിവാഹമില്ല എന്നുള്ളത് ഇപ്പോൾ ഒഫീഷ്യലി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വിവാഹം ഉണ്ടായിട്ടില്ല എന്നുള്ളതും കൂടി ഉറപ്പിക്കുകയാണ് രശ്മികയുടെ ടീം എന്നതും കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.